real beauty in your heart. Boche Golden Diamonds. Buy now, pay later. ചോക്കാടങ്ങാടിയിലെ വെള്ളക്കെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു. റോഡിൽ വാഴ കൃഷി ഇറക്കിയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ദിവസം റോഡിൽ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചിരുന്നു. മഴ തുടങ്ങിയതോടെ ചോക്കാടങ്ങാടിയിൽ വലിയ തോതിൽ ചെളിവെള്ളം നിറഞ്ഞു. ഒരാഴ്ച മുന്നേ ചെറിയൊരു മഴ പെയ്താൽ പോലും ചോക്കാടങ്ങാടിയിൽ വെള്ളക്കെട്ട് മൂലം നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. മലയോര ഹൈവേയുടെ നിർമ്മാണം വൈകുന്നതാണ് റോഡ് പൂർണ്ണമായി ചെളിക്കുളമാകാൻ കാരണം. മലയോര ഹൈവേ 2 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയെങ്കിലും ചോക്കാടങ്ങാടിയിൽ പൂർണ്ണമായി സ്ഥലം ലഭ്യമായില്ല. ഇത് കാരണം അങ്ങാടി ഒഴിച്ചിട്ടായിരുന്നു റോഡ് പണി നടന്നിരുന്നത്. ചോക്കാടങ്ങാടിയിലെ ഒരു കെട്ടിടമുടമ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പൂർണ്ണമായി സഹകരിച്ച തർക്കങ്ങൾക്ക് പരിഹാരമായതിനാൽ അങ്ങാടിയിൽ അഴുക്കുചാലിന്റെ പണി തുടങ്ങി. ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപത്തെ കെട്ടിടമുടമകളാണ് കോടതിയെ അടക്കം സമീപിച്ചത്. പലതലങ്ങളിൽ ചർച്ചകൾ നടന്നെങ്കിലും ഇവിടെ പ്രശ്നം പരിഹരിക്കാനായില്ല. ഇതോടെ ഈ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ അഴുക്കുചാൽ നിർമ്മിച്ചു. വൈദ്യുതി പോസ്റ്റ് മാറ്റൽ, ജൽജീവൻ പൈപ്പ് സ്ഥാപിക്കൽ തുടങ്ങി നിരവധി കാരണങ്ങളാൽ പണി വീണ്ടും നീണ്ടു. ഇപ്പോൾ ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും റോഡിന്റെ അവസ്ഥ അങ്ങാടി മുഴുവൻ വെള്ളക്കെട്ടായി മാറും. റോഡിൽ തളം കെട്ടിയ ചളിയും വെള്ളവും ചോക്കാടങ്ങാടിയിലെ കടകളിലേക്ക് തെറിക്കുന്നതും ദുരിതമായി. ഓട്ടോ തൊഴിലാളികളടക്കം ചെളിക്കെട്ട് കാരണം കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. നാട്ടുകാർ അങ്ങാടിയിലെ ചെളിക്കെട്ടിൽ ആദ്യം ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചു. വ്യാഴാഴ്ച രാവിലെ അങ്ങാടി മുഴുവൻ വിവിധയിനം വാഴകൾ നട്ടുപിടിപ്പിച്ച് കൃഷിയിറക്കിയിരിക്കുകയാണ്. റോഡ് പണി ഇനിയും നീണ്ടാൽ കപ്പ കൃഷിയും മറ്റും ഇറക്കാനുള്ള പരിപാടിയും നാട്ടുകാർക്കുണ്ട്. അങ്ങാടിയിലെ സഞ്ചാരം സുഗമമാക്കുന്നതിന് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചോക്കാടിന്റെ ഈ റോഡ് യാത്രാ ദുരിതം കൊണ്ട് ഏറ്റവും വലിയ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സമയമാണിത്. വർഷങ്ങളായി ഈ റോഡ് പണി തുടങ്ങിയിട്ട് മലയോര ഹൈവേയുടെ ഈ ഭാഗം ബാക്കി എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയപ്പോഴും പരാധീന കൊണ്ട് വീർപ്പുമുട്ടുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെയുള്ള അവസ്ഥ മനുഷ്യൻ ചൂണ്ടയിടാനും കൃഷി ചെയ്യാനും ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു മലയോര ഹൈവേയുടെ ഹൃദയഭാഗത്തുള്ളത്. ഇനിയും ഞങ്ങൾ എന്തിനു സഹിക്കണം, എങ്ങനെ സഹിക്കണം എന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ്. ഈ അവസ്ഥ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതിലൂടെയുള്ള ഗതാഗതം ഞങ്ങൾക്ക് തടയേണ്ട ആവശ്യം വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനിയും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അത്രമാത്രം യാത്രാ ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഇതിനിടെ അഴുക്കുചാൽ നിർമ്മാണം നിർത്തിവെച്ച് കെട്ടിടത്തിന്റെ മുന്നിൽ അഴുക്കുചാലിന് വേണ്ടി പണി നടത്തിയ കമ്പികളും മറ്റും വലിയ അപകടാവസ്ഥയിലാണ്. പാലിയേറ്റീവിലേക്കും മറ്റും വരുന്ന രോഗികളും ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരുമെല്ലാം ഇവിടെ വലിയ പ്രയാസത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.